ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഒരു സീസണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു എക്സാമിന് ഒരു മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന BA ഇംഗ്ലീഷ് കോഴ്സിന്റെ 1ാം വർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. അതിന്റെ കോഴ്സ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, BEGC 102. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ ഏതാണ്, പ്രധാനപ്പെട്ട ബോക്സ് ഏതാണ്, യൂണിറ്റ്സ് ഏതാണ്, ടോപ്പിക്കുകൾ ഏതാണ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടന എങ്ങനെയാണ്, ലേൺ വൈസിന്റെ വക ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. വളരെ വിശദമായ രീതിയിൽ നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുകയും ആവശ്യമായ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഹായ് ഓൾ, ദിസ് ഇസ് കാവ്യ, ലേൺവൈസിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ കം ഫാക്കൽറ്റി മെമ്പർ ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ അനാലിസിസ് ആണ്. സോ ഏത് പേപ്പർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BEGC 102 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ഒരു ജനറൽ അനാലിസിസ്, അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് അനാലിസിസ്, ബ്ലോക്ക് വൈസ് വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അനാലിസിസ്, ദെൻ ടോപ്പിക് വൈസ് അനാലിസിസ് ആൻഡ് മാർക്ക് വൈസ് അനാലിസിസ്, ആൻഡ് ലാസ്റ്റിൽ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഐഡന്റിഫൈ ചെയ്യാൻ നോക്കും. ആൻഡ് ലാസ്റ്റിൽ നമ്മൾ ഈ മോസ്റ്റ് പ്രൊബബിൾ അപ്കമിങ് എക്സാംസിൽ നിങ്ങൾക്ക് ഹൈലി പ്രൊബബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ജനറൽ അനാലിസിസ്. അപ്പോൾ ജനറൽ അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് റിപ്പീറ്റഡ് ടോപ്പിക്സ്. റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സർട്ടൻ ടോപ്പിക്സിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നോട്ടബിളി വരുന്നത് ഫസ്റ്റ് ഹെക്ടറിന്റെ ക്യാരക്ടർ അനാലിസിസ് ആണ്. ദെൻ വി ഹാവ് ഈഡിപ്പസ് അക്യൂസസ് ക്രയോൺ ഓഫ് കോൺസ്പിറസി. അപ്പം ആ ഒരു കോൺസ്പിറസിയിൽ എന്തിനാണ് ഈഡിപ്പസ് ക്രയോണിനെ അക്യൂസ് ചെയ്യുന്നത്, എന്ത് കോൺസ്പിറസിക്കാണ് അക്യൂസ് ചെയ്യുന്നത്, ക്രയോൺ ആരാണ്, ഈഡിപ്പസ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ വി ഹാവ് നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻസ് ഇൻ റോമൻ കോമഡി. സോ റോമൻ കോമഡി അല്ലെങ്കിൽ റോമൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതിൽ വരുന്നത് നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻസ് എന്തൊക്കെയാണ് റോമൻ കോമഡിയിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ളതെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ വി ഹാവ് വോർ ഇൻ ഇലിയാഡ്. ഇലിയാഡ് എന്നുള്ള വർക്കിൽ വോറിന്റെ സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ വോർ കൊണ്ടുവരുന്ന ഹൊറർ ആൻഡ് ഓണറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈഡിപ്പസസ് ഫോൾ, അല്ലെങ്കിൽ ഈഡിപ്പസിന്റെ ട്രാജിക് ഫ്ലോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പെരിപ്പെറ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ലിറ്റററി ഡിവൈസിന്റെ എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ എനഗ്നോറിസിസ്. ദെൻ വി ഹാവ് ക്ലോസിംഗ് ഓഫ് തിയേറ്റേഴ്സ് ആൻഡ് എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ. അപ്പം തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്തതോടെ എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ വി ഹാവ് സ്റ്റൈൽ ഓഫ് ദി ഹൊറേഷ്യൻ സെറ്റയർ ആൻഡ് ദി 3 യൂണിറ്റീസ് ഇൻ ഈഡിപ്പസ് റെക്സ്. സോ 3 യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചില ടോപ്പിക്സ്. ഇനി നെക്സ്റ്റ് ആണ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ്. അപ്പോൾ പല വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആണ് നമുക്ക് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ വെച്ച് കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടർ അനാലിസിസ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ അനാലിസിസ് തൊട്ടിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഹെക്ടറിന്റെ ക്യാരക്ടർ അനാലിസിസ്, എക്കൈലസിനെ കുറിച്ചിട്ട്, ഈഡിപ്പസിനെ കുറിച്ചിട്ട്, അങ്ങനെ പല പല ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ അനാലിസിസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി ലിറ്റററി ഡിവൈസസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വേണം. കഥാർസിസ് എന്താണ്, ഹമാർഷ്യ എന്താണ്, 3 യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ
എന്താ പെരിപ്പെറ്റി എന്താണ്, എനഗ്നോറിസിസ് എന്താണ്, ആൻഡ് ബ്രോഡർ തീംസും കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള തീംസിലേക്ക് വരികയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എപ്പിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാജഡി, അതേപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് വോർ, അങ്ങനത്തെ വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ കാണപ്പെടുന്നത്. പിന്നെ സെക്ഷൻ വൈസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ എയിൽ നമുക്ക് മിക്കവാറും വരുന്നത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കണ്ടെക്സ്ച്വൽ എക്സ്പ്ലനേഷൻസ് ആണ്. കണ്ടെക്സ്ച്വൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിന്ന് കുറച്ച് ലൈൻസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് കണ്ടെക്സ്റ്റ് നിന്നാണ്, ഏത് വർക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഏത് സിനാരിയോയിലാണ് എടുത്തിരിക്കുന്നത്, ആ വർക്ക് ആരാണ് എഴുതിയിട്ടുള്ളത്, അതേപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻസ് ഏത് സിറ്റുവേഷൻ, ഏത് കണ്ടെക്സ്റ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചില ടോപ്പിക്സിന്റെ അനാലിസിസ്, ക്യാരക്ടർ അനാലിസിസ്, അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് കോമന്ററീസ് അല്ലെ, അതാണ് പറയുന്നത്. ആൻഡ് ദെൻ സെക്ഷൻ സിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് റിക്വയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇറ്റ് ഷുഡ് ബി റിഫ്ലെക്ടിങ് എ ഗ്രഡേഷൻ ഇൻ ഡെപ്ത് ഓഫ് അനാലിസിസ് എക്സ്പെക്ടഡ്. അപ്പൊ 25 മാർക്കിന് ആസ്കിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ബേസിക്കലി പറയുന്നത്. ഡീപ്പായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും കൂടെ വെച്ചിട്ട് വേണം അതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലിറ്റററി അനാലിസിസ് എംഫസിസ്. അപ്പൊ നമുക്കറിയാം യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ ടോപ്പിക് ആണ്. അപ്പൊ അതിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറെ ലിറ്റററി എലിമെന്റ്സിനെ അനലൈസ് ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ക്യാരക്ടേഴ്സ്, പ്ലോട്ട്സ്, തീം, സ്റ്റൈൽ ആൻഡ് ഡിവൈസസ് യൂസ്ഡ്, അതേപോലെ തന്നെ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് വേണം എല്ലാ ആസ്പെക്റ്റിൻ്റെതും. അപ്പൊ നിങ്ങൾക്ക് ഒരു വർക്ക് ആണെങ്കിൽ, ഇപ്പൊ ഈഡിപ്പസ് ആണെങ്കിൽ ഈഡിപ്പസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. എന്താണ് ഈഡിപ്പസിന്റെ സമ്മറി, ക്യാരക്ടേഴ്സ് ഏതൊക്കെ ഉണ്ട്, അതേപോലെ ബേസിക് പ്ലോട്ട് എന്താണ്, ഇതിൽ വരുന്ന എന്തൊക്കെ തീംസ് വരുന്നുണ്ട്, എന്തൊക്കെ ലിറ്റററി ഡിവൈസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. എന്നാലേ നിങ്ങൾക്കിത് എക്സാം പെർസ്പെക്റ്റീവിൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ വി ഹാവ് ഡൈവേഴ്സ് സോഴ്സസ്. ഡൈവേഴ്സ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇപ്പൊ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് ടെക്സ്റ്റ് എന്നാണ് ഇതില് നമുക്ക് ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോംപ്രിഹെൻസീവ് റീഡിങ്, അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിലബസ്, അപ്പോൾ ഡൈവേഴ്സ് സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കേണ്ടതും. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഡൈവേഴ്സ് സോഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് കോംപ്രിഹെൻസീവ് റീഡിങ്, പല സോഴ്സസ് നമ്മൾ എടുത്ത് റീഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പല പെർസ്പെക്റ്റീവ് കിട്ടുള്ളൂ. എന്നിട്ട് ഈ നമ്മൾ വായിച്ച എല്ലാ പെർസ്പെക്റ്റീവും വെച്ചിട്ടാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എത്രമാത്രം വിവിഡ് റീഡർ ആണ്, നിങ്ങൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്നുള്ളത് ആ ഒരു എക്സാം ചെക്ക് ചെയ്യുന്ന ആൾക്ക്, നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. So next we are moving to block-wise weightage analysis. So block-wise analysis എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 blocks ആണ് ഈ ഒരു വർക്കിൽ ഉള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ഹോമേഴ്സ് ഇലിയഡ്. ഇലിയഡ് എന്ന് പറയുന്നത് വെരി ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പം ഈ ബ്ലോക്ക് റിപ്പീറ്റഡ്ലി ആസ്ഡ് ഇൻ ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പൊ ഇലിയഡ് എന്ന് വെച്ചിട്ട് ഹെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അനാലിസിസ്, റോൾ ഓഫ് എക്കൈലസിന്റെ അച്ചീവ്മെന്റ്സ്, അതേപോലെ കോൺസെപ്റ്റ് ഓഫ് വാർ, ദി ഓണർ ആൻഡ് ഹൊറർ ഓഫ് വാർ ഒക്കെ ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 7 times ഈ ഒരു വർക്കിന്ന്, ഈ ഒരു ബ്ലോക്കിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റിപ്പീറ്റഡ്ലി. ദെൻ ബ്ലോക്ക് 2 ഈസ് സോഫോക്കിൾസ് ഈഡിപ്പസ് റെക്സ്. ഈഡിപ്പസ് റെക്സ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഇത് അഗൈൻ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. അപ്പിയർഡ് മൾട്ടിപ്പിൾ ടൈംസ്, 7 times ഇത് ചോദിച്ചിട്ടുണ്ട് വർക്കില്. ആൻഡ് ഈ ഒരു ബ്ലോക്കിന്ന് വളരെ ആസ്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈഡിപ്പസ് റെക്സിന്റെ അനാലിസിസ് ആണ്. ആൻഡ് ഇതില് തീംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തീം ഓഫ് ഫെയ്റ്റ്, ഡെസ്റ്റിനി, ട്രാജഡി, അതുപോലെ തന്നെ ക്യാരക്ടർ ഓഫ് ഈഡിപ്പസിന്റെ ട്രാജിക് ഫ്ലോ, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഇതിന്ന് വരാറുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 3, പ്ലോട്ടസിന്റെ പോട്ട് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്.
ഇതും എന്താണ് 5 ടൈംസ് ഒക്കെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 5 ടൈംസ് നമുക്ക് ആ ഒരു പേപ്പറിൽ കാണാൻ പറ്റും. ആൻഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ ബേസിക്കലി അങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരാറില്ല. ഇതിൽ മെയിൻലി ക്യാരക്ടർ സെന്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേ സെന്റേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. സോ എന്താണ് അനാലിസിസ് ഓഫ് പോട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഡിസ്കസിങ് ദി ആസ്പെക്ട്സ് ലൈക്ക് റോമൻ കോമഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം. ദെൻ വി ഹാവ് ദി ക്യാരക്ടർ ഓഫ് യുക്ലിയോന്റെ ക്യാരക്ടറും അതേപോലെ തന്നെ സൊസൈറ്റൽ തീംസ് വിത്തിൻ ദ പ്ലേ, എന്തൊക്കെ സൊസൈറ്റീനെ കുറിച്ചുള്ള തീംസ് ആണ് ഈ പ്ലേയിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ ബേസിക്കലി കാണപ്പെടുന്നത്. And now we have to discuss the last block, that is Horace and Ovid. ഈ Horace and Ovid ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒരു ബ്ലോക്കാണ്. പേടിക്കേണ്ട കാര്യമല്ല, ഇതില് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് അങ്ങനെ അപ്പിയർ ചെയ്യാറില്ല. ഹൗഎവർ നമുക്ക് ഹൊറേസിന്റെ കുറച്ച് വർക്ക്സിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഓവിഡിന്റെ വർക്ക്സ് മെൻഷൻ ചെയ്യാറുണ്ട്. ബാക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിന്റെ ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതെന്ന് വരാറ്. ഓവർ കവേർഡ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ബട്ട് ദെൻ നിങ്ങൾ അത് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാനും പാടില്ലാത്ത ഒരു ബ്ലോക്കാണ് ഹൊറേസ് ആൻഡ് ഓവിഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ടൈംസ് ആസ്ക് ചെയ്ത ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹെക്ടറിന്റെ ക്യാരക്ടർ അനാലിസിസ്, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എപ്പിക്. അപ്പം എന്താണ് എപ്പിക്? എപ്പിക്കില് യൂസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ എക്സാമ്പിൾ ഓഫ് എപ്പിക്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ആൻസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഈഡിപ്പസ് അക്യൂസസ് ഓഫ് ക്രയൺ ഓഫ് കോൺസ്പിറസി, ഇത് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയേണ്ടത് ഹൂ ഈസ് ഈഡിപ്പസ്, ഹൂ ഈസ് ക്രയോൺ ആൻഡ് വാട്ട് ഈസ് ഈഡിപ്പസ് അക്യൂസിങ് ക്രയോൺ ഓഫ്, എന്ത് കുറ്റത്തിനാണ് ക്രയോണിനെ അക്യൂസ് ചെയ്യുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് ഈഡിപ്പസ് അത് അക്യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ക്രയോണിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻ ഇൻ റോമൻ കോമഡി, അപ്പൊ റോമൻ കോമഡിയിൽ നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻസ് ഏതൊക്കെ തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയാം. ആൻഡ് വാറിന്റെ പെർസ്പെക്റ്റീവ്, ഇലിയാഡില് വാറിന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ഫോർ ഈഡിപ്പസസ് ഫോൾ, ഈഡിപ്പസിന്റെ ട്രാജിക് ഫ്ലോ എന്താണ്, എങ്ങനെയാണ് ഈഡിപ്പസിന് ആ ഒരു ട്രാജിക് ഫോൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ എൻഡിങ് ഓഫ് സർട്ടൻ പ്ലേസ്, ഇപ്പം ഇലിയഡ് ആണെങ്കിലും ഈഡിപ്പസ് റെക്സ് ആണെങ്കിലും പോട്ട് ഓഫ് ഗോൾഡ് ആണെങ്കിലും ഇതിന്റെ എൻഡിങ് എങ്ങനെയാണ് നടക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് എൻഡിലേക്കാണ് ഇത് ഈ ഒരു പ്ലേ ലീഡ് ചെയ്യുന്നത്, ട്രാജഡി ആണോ കോമഡി ആണോ നല്ല ഒരു ഹാപ്പി എൻഡിങ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ദെൻ പെരിപെറ്റിയ ആൻഡ് അനഗ്നോറിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സർട്ടൻ ലിറ്റററി ഡിവൈസസ് അലോങ് വിത്ത് ദാറ്റ് ക്ലോസിംഗ് ഓഫ് തിയേറ്റേഴ്സ് ഈസ് എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ എന്നുള്ള ടോപ്പിക്. പിന്നെ സ്റ്റൈൽ ഓഫ് ദി ഹൊറേഷ്യൻ സെറ്റയർ, ഹൊറേസിന്റെ ഹൊറേഷ്യൻ സെറ്റയറിന്റെ സ്റ്റൈൽ എന്തൊക്കെയാണ് അത് നമ്മൾ ഫ്യൂ പോയിന്റ്സിൽ അതിനെ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ 3 യൂണിറ്റീസ് ഇഡിപ്പസ് റെക്സിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷന് ഡിസ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ യൂണിറ്റീസ് എവിടെയൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള എക്സാമ്പിൾ കൂടെ നമ്മൾ കൊടുക്കേണ്ടത് ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഇസ് ദി കീ ഏരിയ ഫോർ സ്റ്റഡി എന്ന് പറയാം. നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ അതർ നോട്ടബിൾ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സച്ച് ആസ് കഥാർസിസ്, ഹമാർഷ്യ, യൂണിറ്റി ഓഫ് പ്ലേസ്, ദ പോട്ട് ഓഫ് ഗോൾഡ്, എക്കൈലസ്. ഇപ്പോൾ ടോപ്പിക് സച്ച് ആസ് കഥാർസിസ് എന്താണ്, ഹമാർഷ്യ എന്താണ്, യൂണിറ്റി ഓഫ് പ്ലേസ് എന്താണ്. ഇപ്പൊ നമുക്ക് 3 യൂണിറ്റീസ് നമ്മൾ പഠിച്ചു. ബട്ട് യൂണിറ്റി ഓഫ് പ്ലേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ അറിയണം. യൂണിറ്റി ഓഫ് ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ അറിയാം. യൂണിറ്റി ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേർഡ്സ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ.
ആൻഡ് ദെൻ ദ പോട്ട് ഓഫ് ഗോൾഡ് എന്നുള്ള ആ ഒരു പ്ലെയിനെ അനലൈസ് ചെയ്യുക, അതേപോലെ തന്നെ കൈലാസിന്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈ ചില ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പം എന്താണ്, അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കരിക്കുലം തന്നെയാണ്. അതുകൊണ്ട് ഈ ചില ടോപ്പിക്സും നിങ്ങൾ നോക്കുക. പിന്നെ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്ന കാര്യം, എന്താണ് ഒരു ജനറൽ ട്രെൻഡ്? ഈ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്ന സമയത്ത് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്നത്. ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല എല്ലാത്തുനിന്നും ചോദിക്കാം. ഡിഫറെന്റ് ടോപ്പിക്സിനെ കവർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദാറ്റ് ഈസ് കവറിങ് എ റേഞ്ച് ഓഫ് തീംസ്, ക്യാരക്ടേഴ്സ്, ലിറ്റററി ഡിവൈസസ്, അനാലിറ്റിക് ആസ്പെക്ട്സ്, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ദർ ഇസ് എ മിക്സ് ഓഫ് സ്പെസിഫിക് ക്യാരക്ടർ അനാലിസിസ്, അനലൈസ് ദി characteristic differences between the Hector and Achilles എന്ന് ചോദിക്കും. പിന്നെ thematic exploration like war in the Iliad, അതേപോലെ തന്നെ ലിറ്റററി കോൺസെപ്റ്റ്സ് ലൈക്ക് catharsis, hamartia, peripetia, അനഗ്നോറസിസ്, യൂണിറ്റി ഓഫ് 3 യൂണിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മളൊരു ജനറൽ ട്രെൻഡ് ആയിട്ട് കാണപ്പെടുന്നു. ഇനി നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കാം. ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് 100 to 120 മാർക്സ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹൈ ഫ്രീക്വൻസിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ഹെക്ടർ, അഗൈൻ വോർ ഇൻ ദി ഇലിയഡ്, റെസ്പോൺസിബിലിറ്റി ഫോർ ഇഡിപ്പസിസ് ഫോൾ, 3 യൂണിറ്റീസ് ഇൻ ഇഡിപ്പസ് റെക്സ്. ഇതൊക്കെ 120 മാർക്സ് ഈച്ച് ആയിട്ട് ചോദിക്കുന്ന ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ അഗൈൻ നമുക്ക് ഒരു 100 മാർക്സ് എസ്റ്റിമേഷനിൽ വരുന്നത് എൻഡിങ് ഓഫ് ഇലിയഡ്, ഈഡിപ്പസ് റെക്സ്, പോട്ട് ഓഫ് ഗോൾഡ്, അല്ലെങ്കിൽ characteristics of epics, അല്ലെങ്കിൽ characteristics of tragedy, closing of theaters and end of classical drama. ഇതൊക്കെ 100 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇനി മോഡറേറ്റ് വെയിറ്റേജ് ടോപ്പിക് എന്ന് പറയുന്നത് 80 മാർക്സിന്റെ ഉള്ളിൽ കവർ ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഗൈൻ characteristics of epic 80 മാർക്കിനും നമ്മളോട് ചോദിക്കാം. ഈഡിപ്പസ് അക്യൂസസ്, ക്രയൺ ഓഫ് കൺസ്പിറസി, അതേപോലെ തന്നെ നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻ ഇൻ റോമൻ കോമഡി, ദ പോട്ട് ഓഫ് ഗോൾഡ്, അതേപോലെ തന്നെ സ്റ്റൈൽ ഓഫ് ദി ഹൊറേഷ്യൻ സെറ്റയർ. ഇതൊക്കെ മോഡറേറ്റ് വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് ലോ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കൈലസ്, പെരിപെറ്റിയ, ഇമോഷൻ ആൻഡ് മീനിങ് ഇൻ ട്രാജഡി, സ്ട്രോബിലസ് ഇൻ ദ പോട്ട് ഓഫ് ഗോൾഡ്, ഓവിഡ്സ് മെറ്റാമോർഫോസിസ് ആസ് എൻ എപ്പിക്, റിവെഞ്ച് ഇൻ ദ റേപ്പ് ഓഫ് Philomela, destiny, Homeric concept of war versus present day, role of chorus in Oedipus Rex, Euclid's integration into the society, new comedy and drama in Rome, and cultural influence on Roman literature, Narsicus' flower and philosophical problem, Horace as a satirist, purpose of Narsicus, story and metamorphosis, ending of pot of gold, tragedy in the Iliad, marriage proposal in pot of gold, Horace's tone in satire, literary value of the metamorphosis, ഈഡിപ്പസ് റെക്സ് ആസ് ട്രാജഡി ഓഫ് ഓൾ ടൈംസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഈ ലോ വെയിറ്റേജിന്റെ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് വിട്ടുപോകരുത്. 30-40 മാർക്ക് ക്യാരി ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പോഴെന്താണ്, ഇൻ കേസ് ഹൈ വെയിറ്റേജ് ടോപ്പിക് എന്നും ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാനുണ്ടാവും. ഓക്കെ, ലോ വെയിറ്റേജ് ആണ്, നമുക്ക് ഹൈ വെയിറ്റേജ് മാത്രം നോക്കി പോവാണല്ലോ എന്ന് വിചാരിച്ചു പോകരുത്. ലോ വെയിറ്റേജിന്റേതും സ്റ്റഡി ചെയ്തിട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈ വെയിറ്റേജിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എഴുതാൻ തോട്ട്സ് മൈൻഡിൽ ഉണ്ടാവുള്ളൂ. പിന്നെ സ്പെസിഫിക് ടോപ്പിക് 10 to 20 മാർക്കിന് ചോദിക്കുന്നതായിട്ടുള്ള ടോപ്പിക്കാണ് കഥാർസിസ്, ഹമാർഷ്യ, യൂണിറ്റി ഓഫ് പ്ലേസ് അല്ലെങ്കിൽ ടൈം. പിന്നെ ചില എന്താ പറയാ ചില ഇത് കോഡ്സ് ലൈക്ക് I'd be ashamed to pour a glistening cup to Zeus. അപ്പൊ അങ്ങനത്തെ ചില സർട്ടൻ ടോപ്പിക്സ് അല്ലെങ്കിൽ സർട്ടൻ കൊട്ടേഷൻസ് അത് ഏത് വർക്ക് എന്ന് ചോദിച്ചാണ് എന്താണ് അതിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെക്ച്വൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതാണ് 10 മാർക്സിന് ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ ടോപ്പിക്സ്. Then next we'll be discussing repeated questions and topics for identification.
അഗൈൻ നമുക്ക് ഹെക്ടർ എന്നുള്ള ആ ഒരു ക്യാരക്ടർ അനാലിസിസ്, ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്നത് 2 തവണ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈഡിപ്പസ് അക്യൂസസ് ക്രയോൺ ഓഫ് കോൺസ്പിറസിയും അഗൈൻ 2 times റിപ്പീറ്റഡ്ലി ആസ്ഡ് ആണ്. ഇതിൽ എന്താണ് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈഡിപ്പസ് റെക്സിന്റെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഈഡിപ്പസ് ക്രയോണിനെ കൺസ്പിറസി ചെയ്തു എന്നുള്ള അക്യൂസ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സർട്ടൻ സിറ്റുവേഷനിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ അഗൈൻ നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻ ഇൻ റോമൻ കോമഡി, ഇതും അഗൈൻ ട്വൈസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റോമൻ കോമഡി ഉണ്ടാവുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് അതേപോലെ തന്നെ എങ്ങനെയാണ് നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻസ് റോമൻ കോമഡിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് 4th one is the war in Iliad. നമ്മള് മുന്നേ പറഞ്ഞ ഓണർ ആൻഡ് ഹൊറർ, ഇത് റിപ്പീറ്റഡ്ലി ആസ്ഡ് വൺ ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തീമിനാണ് ബേസ് ചെയ്യുന്നത്. തീം ഓഫ് വോർ, ഇല്ലിയഡ് എന്ന് പറഞ്ഞ വർക്കിലുള്ള തീം ഓഫ് വോറിനെയാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈഡിപ്പസസ് ഫോൾ. അഗൈൻ ട്വൈസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദി സെൻട്രാലിറ്റി ഇൻ ഈഡിപ്പസ് റെക്സ്. എന്താണ് ദ സെൻട്രൽ തീം അല്ലെങ്കിൽ ദ സെൻട്രൽ ട്രാജിക് ഫ്ലോ ഓഫ് ഈഡിപ്പസ് റെക്സ് ആണ് ഇതിൽ ബേസിക്കലി ചോദിക്കുന്നത്. ഇനി പെരിപ്പെറ്റിയ അഗൈൻ 2 തവണ ചോദിച്ചിരിക്കുന്നതാണ്. പെരിപ്പെറ്റിയ ചോദിച്ച സെൻസിൽ നമ്മൾ അനഗ്നോറിസിസും കൂടെ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അണ്ടർലൈനിങ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് ദീസ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ എന്താണ് പെരിപ്പെറ്റിയ, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. ആൻഡ് ആ ഒരു ലിറ്റററി ഡിവൈസ് എങ്ങനെയാണ് ക്ലാസിക്കൽ ടെക്സ്റ്റിന് ഫ്രേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലോസിംഗ് ഓഫ് തിയേറ്റേഴ്സ് ആൻഡ് എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ. അപ്പോൾ ഈ ഒരു ടോപ്പിക് റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്തതോടെ എന്തുകൊണ്ടാണ് എൻഡ് ഓഫ് ക്ലാസിക്കൽ ഡ്രാമ ആണെന്നുള്ള ഒരു ടോപ്പിക്, അതിനെ നിങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും, അത് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വി ഹാവ് സ്റ്റൈൽ ഓഫ് ദി ഹൊറേഷ്യൻ സെറ്റയർ. ഇതും ട്വൈസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വി ഹാവ് 3 യൂണിറ്റീസ് ഇൻ ഈഡിപ്പസ് റെക്സ്. ഇതും ഹൈലി പ്ലെയിന്റെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. ദെൻ പ്രഡിക്ഷൻ ആൻഡ് പ്രൊബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ്. അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിൽ ഹൈ പ്രൊബബിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ബേസിക്കലി വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന നമ്മളുടെ ഹെക്ടറിന്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഈഡിപ്പസ് അക്യൂസസ് ക്രയോൺ ഓഫ് കോൺസ്പിറസി, വോർ ഇൻ ഇലിയഡ്, റെസ്പോൺസിബിലിറ്റി ഫോർ ഈഡിപ്പസസ് ഫോൾ. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിയപ്പിയറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് പഠിച്ചു പോകാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്. ദെൻ തീം റിലേറ്റഡ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് റിലേറ്റഡ് ആയിട്ടുള്ള പെരിപ്പെറ്റിയ, അനഗ്നോറിസിസ്, 3 യൂണിറ്റീസ് ഓഫ് ഈഡിപ്പസ് റെക്സ്, സ്റ്റൈൽ ഓഫ് ഒറേഷ്യൻ സെറ്റയർ. ഇതൊക്കെ റെക്കറന്റ് ആയിട്ട് ചോദിക്കുന്ന ലിറ്റററി ഡിവൈസസ് ആണ്. അപ്പൊ ഈ ലിറ്റററി ഡിവൈസസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. പിന്നെ മോഡറേറ്റ് ആയിട്ട് ചോദിക്കുന്ന നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എപ്പിക്, പോട്ട് ഓഫ് ഗോൾഡ്, അതേപോലെ തന്നെ നേറ്റീവ് ഇറ്റാലിയൻ ട്രഡീഷൻ ഇൻ റോമൻ കോമഡി. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കോർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും ലോ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് നമുക്കുള്ളത് തീം ഫോക്കസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതേപോലെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ള ടോപ്പിക്. അപ്പൊ അതൊക്കെയാണ് ലോ പ്രോബബിലിറ്റി ടോപ്പിക്സിൽ വരുന്നത്. ആൻഡ് നൗ എ കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ്. അപ്പൊ ലേണേഴ്സിനോട് പ്രത്യേകം പറയാനുള്ള, prioritize studying topics that have been repeated in the past exams. എല്ലാ എക്സാംസിലും ചോദിച്ചു വരുന്ന ട്രെൻഡ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു പോവാൻ ശ്രമിക്കുക.
അതിന്ന് പിന്നെയും ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് എൻഷുർ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ ലിറ്റററി ഡിവൈസസും കോൺസെപ്റ്റും എല്ലാത്തിനെയും കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. എല്ലാ സബ്ജക്ട്സ് എല്ലാ ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാലേ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു ക്വസ്റ്റ്യന് ഒരു ഫൗണ്ടേഷണൽ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ലെസ് ഫ്രീക്വൻസി ഉള്ള അതേപോലെ തന്നെ ലോ ചാൻസസ് ഉള്ള ടോപ്പിക്സ് ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നല്ല, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് വരുന്ന സമയത്ത് നിങ്ങൾ യു ഡോണ്ട് വോണ്ട് ടു ലൂസ് യുവർ മാർക്സ്, റൈറ്റ്? അപ്പൊ അവിടെ നിങ്ങളുടെ മാർക്സ് വെറുതെ കൊണ്ടുപോയി കളയാതെ നിങ്ങളത് എന്താ പറയാ, എല്ലാ ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ആൻസർ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രാക്ടീസ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇ പി എടുത്തിട്ട് അതേപോലെ തന്നെ എക്സാം പി ഡി എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ലൈവിന്റെ റിവിഷനിൽ പഠിപ്പിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരേ ക്വസ്റ്റ്യന് തീംസും അനാലിസിസും അപ്പൊ ഡിഫറെന്റ് വേസിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അല്ലാതെ എക്സാമിൽ തന്നെ പോയിട്ട് എഴുതാം, ഫസ്റ്റ് ടൈം എക്സാമിലാണ് പോയി നിങ്ങൾ ആൻസർ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കട്ടിങ്സും വെട്ടും തെറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ ആ ഒരു പ്രാക്ടീസ് നടത്താനായിട്ട് തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലേൺവൈസിന് സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ 3 hours എടുത്തിട്ട് 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ സെക്ഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാല് 200 വേർഡ്സിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താണ് any 4 എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം എന്തായാലും അതിന്റെ സെക്ഷൻ ഉള്ള ഭാഗത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എത്രയാണ് നിങ്ങളോട് ആൻസർ ചെയ്യാൻ അവര് ചോദിക്കുന്നതെന്ന്. any 4 എന്ന് പറഞ്ഞാൽ 8 എണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. any 4 മാത്രം ചെയ്യുക. ആൻഡ് നോട്ട് ലെസ് ദാൻ 4, നോട്ട് മോർ ദാൻ 4, കറക്റ്റ് 4 ചെയ്തിട്ട് തന്നെ വരിക. സോ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് ഹീറോയിസം ഇൻ ഇലിയഡ്. ഇലിയഡില് കോൺസെപ്റ്റ് ഓഫ് ഹീറോയിസം എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ഡെസ്റ്റിനി ഇൻ ഈഡിപ്പസ് റെക്സ്. എന്താണ് ഡെസ്റ്റിനി ഈഡിപ്പസിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്ത ഈഡിപ്പസ് റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കില്. അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഐറണി ഇൻ സോഫോക്കിൾസ് ട്രാജഡി. പിന്നെ ദി ഇൻഫ്ലുവൻസ് ഓഫ് റോമൻ കൾച്ചറൽ നോംസ് ഓൺ ദ വർക്ക്സ് ഓഫ് പ്ലോട്ടസ്. പ്ലോട്ടസിന്റെ വർക്ക്സിൽ ഇൻഫ്ലുവൻസ് ഓഫ് റോമൻ കൾച്ചർ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. ദ റാത്ത് ഓഫ് എക്കൈലസ് ലീഡ്സ് ടു ദ സോറോ ആൻഡ് ഡിസ്ട്രക്ഷൻ. എക്കൈലസിന്റെ ഒരു റിവെഞ്ച് അല്ല, ഹെക്ടറിനോടുള്ള റിവെഞ്ച് എന്താണ് എന്നുള്ളത് അതിൽ ചോദിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ജൊക്കസ്റ്റ ഇൻ ഇഡിപ്പസ് റെക്സ്. പിന്നെ കോമഡി ആസ് എ റിഫ്ലക്ഷൻ ടു സൊസൈറ്റി ഇൻ പ്ലോട്ടസിസ് പ്ലേ. അപ്പൊ എങ്ങനെയാണ് പ്ലോട്ടസിന്റെ പ്ലേയില് കോമഡീനെ സൊസൈറ്റിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഹൊറേസസ് അപ്രോച്ച് ഫോർ സറ്റൈറൈസിങ് റോമൻ സൊസൈറ്റി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ്, എനിക്ക് വൃത്തിക്ക് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ സെക്ഷൻ ബിയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് 400 വേർഡ്സിന് നമ്മൾ എഴുതണം. 400 വേർഡ്സിന് എഴുതണം എന്ന് പറഞ്ഞാല് മോർ ദാൻ ഒരു 2.5 പേജസ് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പൊ ഇതില് ആൻസർ any 2 ആണ് പറഞ്ഞിരിക്കുന്നത്. 4 questions പ്രൊവൈഡഡ് ആണ്. ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് ട്രാജഡി ഫ്രം ഗ്രീക്ക് ടു റോമൻ ലിറ്ററേച്ചർ സൈറ്റിംഗ് സ്പെസിഫിക് എക്സാമ്പിൾസ്. അപ്പം ഗ്രീക്ക് ടു റോമൻ ലിറ്ററേച്ചറിലേക്ക് ട്രാജഡീന്റെ ആ ഒരു എവല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫ്യൂ വർക്ക്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം. അതേപോലെ തന്നെ ദി ഇലിയഡ് ആസ് എ കോമന്ററി ഓൺ ദി ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ എലാബറേറ്റ്. അപ്പൊ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ പെർമനന്റ് അല്ല, ഫ്യൂട്ടൈൽ ആണ്, വെറുതെ ആണ്, വേസ്റ്റ് ഓഫ് ടൈം ആണെന്നുള്ളത് എങ്ങനെയാണ് ഇലിയഡ് ത്രൂ റൈറ്റർ നമ്മളോട് പറയുന്നതെന്നുള്ളത് എലാബറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ദ പൊർട്രയൽ ഓഫ് വിമൻ ഇൻ ഇഡിപ്പസ് റെക്സ് ആൻഡ് പോർട്ട് ഓഫ് ഗോൾഡ് കമ്പാരിറ്റീവ് അനാലിസിസ്. അപ്പൊ ഈ 2 വർക്കും വൃത്തിക്ക് നിങ്ങൾക്ക് സമ്മറി അറിയെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് വെച്ചിട്ട് പൊർട്രയൽ ഓഫ് വിമൻ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് പൊർട്രേ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദ റോൾ ഓഫ് ഫേറ്റ് ആൻഡ് ഫ്രീ വിൽ ഇൻ ദ ഡൗൺഫോൾ ഓഫ് ഈഡിപ്പസ് പ്രൊവൈഡ് എക്സാമ്പിൾസ്. അപ്പോൾ ഈഡിപ്പസിന്റെ ആ ഒരു ട്രാജിക് ഫോൾ, ഈഡിപ്പസ് രാജാവായിട്ടിരിക്കുന്ന ആള് ഒന്നും ഇല്ലാണ്ടായി പോകുന്നത്, അതില് ഫേറ്റിന്റെ എത്രമാത്രം റോൾ ഉണ്ട്, ഈഡിപ്പസിന്റെ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ഈഡിപ്പസ് ചെയ്യുന്ന ചോയ്സസിന്റെ റോൾ എത്രമാത്രം ഉണ്ട്, അതിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ള എക്സാമ്പിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം.
ദെൻ വി ഹാവ് സെക്ഷൻ സി. സെക്ഷൻ സിയിലാണ് ഏറ്റവും കൂടുതൽ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത്. 800 മാർക്സിന് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പോൾ മിനിമം 4 പേജെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ആൻസേഴ്സിൽ നിങ്ങൾ എന്താണ് ആൻസർ എനി 3 എന്നാണ് പറയുന്നത്. ഇത് ശ്രദ്ധിച്ച് എഴുതണം, മറക്കരുത്. ആൻസർ എനി 3 എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, evaluate the significance of 3 unities in Oedipus Rex and their impact on the play structure. ഇപ്പൊ യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് ആക്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേന്റെ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി ഇലിയഡ് ആസ് എൻ എപ്പിക്. ഇലിയഡ് ആസ് എൻ എപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പിക്, എപ്പിക്കിന്റെ സ്ട്രക്ചർ എന്താണ്, തീം എന്താണ്, ക്യാരക്ടറൈസേഷൻ എന്താണ്, ഇതിനെയൊക്കെ ഇലിയഡ് എന്നുള്ള പ്ലേന്റെ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ദ റോൾ ഓഫ് ഹ്യൂമർ ആൻഡ് സെറ്റയർ ഇൻ ദ വർക്ക്സ് ഓഫ് ഹൊറേസ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ ടുഡേസ് കണ്ടെക്സ്റ്റ്. സോ ദ റോൾ ഓഫ് ഹ്യൂമർ ആൻഡ് സെറ്റയർ എങ്ങനെയാണ് ഹൊറേസിന്റെ വർക്ക്സിൽ പോർട്രേ ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം ഇന്നത്തെ കണ്ടെക്സ്റ്റിൽ, ടുഡേസ് കണ്ടെക്സ്റ്റിൽ അതിന്റെ റെലവൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. And then fourth question we have, analyze the theme of power and morality in the pot of gold. അപ്പം പവറും അതേപോലെ തന്നെ നമ്മളുടെ മോറൽ വാല്യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്ലേ ആണ് പ്ലോട്ടസിന്റെ പോട്ട് ഓഫ് ഗോൾഡ്. അപ്പൊ അതില് പവർ ആൻഡ് മൊറാലിറ്റിന്റെ തീമിനെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. And fifth question, the influence of mythology on the work of Ovid and its reflection in modern literature. അപ്പൊ നമുക്കറിയാം ഓവിഡിന്റെ വർക്ക് ആയിട്ടുള്ള മെറ്റമോർഫസിസിൽ നമുക്ക് മിത്തോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് തീംസ്, സ്റ്റോറീസ് അതിൽ കൊടുത്തിട്ടുണ്ട്, സ്യൂസിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ ഒരു മിത്തോളജിക്കൽ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഓവിഡിന്റെ വർക്കിൽ വരുന്നത്, അതേപോലെ തന്നെ മോഡേൺ ലിറ്ററേച്ചറിൽ മിത്തോളജിന്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക. And then last and final question we have Oedipus Rex as a timeless tragedy. എന്തുകൊണ്ടാണ് അതിന് ടൈംലെസ് ട്രാജഡി എന്ന് വിളിക്കുന്നത്? At the same time discuss its relevance to contemporary society. ടൈംലെസ് ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ, അന്നത്തെ കാലത്ത് ഈഡിപ്പസ് എഴുതിയ സമയത്ത് എപ്പോഴും അത് റെലവെന്റ് ആയിരുന്നു സൊസൈറ്റിക്ക്, ഇന്നത്തെ കാലത്തും അത് റെലവെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ടൈംലെസ് ട്രാജഡി എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് അതിന്റെ റെലവൻസ്, എന്താണ് അതിന്റെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ, നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടംപററി സൊസൈറ്റിയിൽ അതിന്റെ റെലവൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇപ്പൊ ഈ ഒരു അനാലിസിസ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു. ആദ്യം ഇതൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡെഫിനറ്റ്ലി ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് പോകണം, എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഹോപ്പ് യു റൈറ്റ് വെൽ ഇൻ യുവർ എക്സാംസ്. താങ്ക് യു. ഓക്കെ, സോ ലേൺവൈസ് ഫാക്കൽറ്റി പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ടെന്നും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്നും ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് അത് എക്സാമിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. നമുക്ക് ലേൺവൈസിലേക്ക് തിരിച്ചു വരാം. ഞാൻ ലേൺവൈസിനെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സൈഡിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കാണാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ്ങിനായിട്ട് ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാം. ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെയുണ്ട്, 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ലേൺവൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. learnwise.com അല്ല, ശ്രദ്ധിക്കണം, .co ആണ് വെബ്സൈറ്റ് അഡ്രസ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ആപ്പിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.